Good afternoon, children. Let us continue with our same topic, simple interest. Last class we have to complete. We can complete only little bit questions. Only 3 questions were completed in the last class. So let us begin. Continue with the same thing. Our checkpoint question 7. Find the simple interest for P equal to rupees 3000 given, R equal to 6%, T equal to T years. Same repetition. We have to find only SI and we have the formula P into R into T whole by 100. Why? Because teacher parno the I symbol percentage means out of 100 or by 100 meaning by 100 or out of 100. That's why we are using 100. Now P as 3000 replaced by 3000, R by 6 and T by 2 whole by 100. Only 2 zeros we can cancel from 3000 and 100. Remaining numbers to be multiplied. 30 into 6 എന്ന് പറയുമ്പോൾ 180 ആണ്. 180 into 2 എന്ന് പറയുമ്പോൾ 360 ആണ്. Teacher knows, that's why teacher wrote the answer. If you don't know, multiply on your right side and you copy the answer to here. Okay, let me move to our checkpoint question 8. See, question is very large, but the thing is simple. Prashant took rupees 9000 from the bank. അപ്പോൾ ലോൺ ആണ് അല്ലേ. സോ വാട്ട് എവർ ഇറ്റ് മേ ബി സ്റ്റാർട്ടിങ് എമൗണ്ട് ഈസ് കോൾഡ് പ്രിൻസിപ്പൽ വാല്യൂ ആണ്. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഹിയർ ഹി ബോറോഡ് മണി എന്നാണ് അല്ലേ. ബോറോഡ് മണി ആയതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി അവർ പ്രിൻസിപ്പൽ എമൗണ്ട്. സോ ലെറ്റ് ഇറ്റ് ബി 9000 ആൻഡ് അറ്റ് 7%. സോ ദാറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി അവർ റേറ്റ് എന്നാണ്. And what we have to find out is calculate the interest in which he will have to pay if he returns the loan after 5 years എന്നാണ്. അപ്പോൾ ടൈം പീരീഡ് അറിയാം അല്ലേ. ടൈം പീരീഡ് എത്രയാ? 5 അല്ലേ. 5 years എന്നാണ് അല്ലേ. ടൈം ഈക്വൽ ടു 5 years എന്നാണ്. യു നീഡ് ടു കാൽക്കുലേറ്റ് ഓൺലി സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. സോ ലെറ്റ് us do the same. So simple interest equal to, we have the formula P into R into T whole by 100 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ്. പി നമുക്കറിയാം 9000 ആണ്. റേറ്റ് എന്ന് പറയുന്നത് 7% ആണ്. ടൈം എന്ന് പറഞ്ഞാൽ 5 years ആണ്. ക്യാൻസൽ 2 zeros ഹിയർ ആൾസോ. മൾട്ടിപ്ലൈ, ജസ്റ്റ് മൾട്ടിപ്ലൈ 100 കേട്ടോ. അപ്പോൾ ടീച്ചർ 90 into 7 ആണ്. 90 into 7 630 ആണെന്ന് ടീച്ചർക്ക് അറിയാം. ഇൻറ്റു 5 മാത്രമേ ടീച്ചർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ 0 കൊടുത്തു. 15ൽ ബാലൻസ് 1 ഉണ്ട്. 6 5 30 ആണ്. 30യുടെ കൂടെ ഒരെണ്ണം കൂടെ ചേരുമ്പോൾ 3000. അപ്പോൾ rupees 3150 ആണ് നമ്മൾ അടയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ലോൺ എടുത്തതാണ് അല്ലേ. പ്രശാന്ത് ടുക്ക് എ ലോൺ ഓഫ് rupees 9000 ആയിരുന്നു. 9000 rupees ആണ് ലോൺ എടുത്തത്. അപ്പോൾ അതിൽ 5 years കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് മാത്രം എത്ര വന്നു? 3150 വന്നു ആണല്ലോ. അപ്പോൾ നമ്മൾ എത്ര എമൗണ്ട് ആവും അയാൾ അടയ്ക്കേണ്ടി വരിക ലോണായിട്ട് എന്നുള്ളത്. ഇൻട്രസ്റ്റ് മാത്രം പേ ചെയ്താൽ പോരല്ലോ. ഹി വാണ്ട് ടു പേ ദ ഒറിജിനൽ വാല്യൂ കൂടെ പേ ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദാറ്റ് വൺ. സോ നമ്മൾ കാൽക്കുലേറ്റിംഗ് എമൗണ്ട് ആണ്. അപ്പം നമ്മൾ സെല്ലിംഗ് പ്രൈസും പ്രോഫിറ്റൊക്കെ പഠിച്ചില്ലേ, അതുപോലെ തന്നെയാണ് നമ്മളിവിടെ സ്റ്റാർട്ടിങ് എമൗണ്ടിന് പി എന്നാണ് പറയുക. അതിൽ എക്സ്ട്രാ എമൗണ്ട് വരുന്നതാണ് എന്ത്? ഐ. ഈ എക്സ്ട്രാ എമൗണ്ട് ആഡഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? എമൗണ്ട് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക? ഫസ്റ്റ് ഓഫ് ആൾ യു വാണ്ട് ടു ഫൈൻഡ് ഇൻട്രസ്റ്റ് കാണണം. ആഫ്റ്റർ ഗെറ്റിംഗ് ഇൻട്രസ്റ്റ് വാട്ട് യു ഹാവ് ടു ഡു? ഇൻട്രസ്റ്റ് ഈസ് ആഡഡ് ടു ദ ബേസ് വാല്യൂ ഓർ ഒറിജിനൽ വാല്യൂ ഓർ സ്റ്റാർട്ടിംഗ് വാല്യൂ അല്ലേ. ദാറ്റ് ഈസ് കോൾഡ് പി പ്ലസ് ഐ എന്നാണ്. ഇൻട്രസ്റ്റ് ഈസ് ആഡഡ് ടു ദ പ്രിൻസിപ്പൽ എന്നാണ്. ടു ഗെറ്റ് എമൗണ്ട് എന്നാണ്. ദാറ്റ് എമൗണ്ട് വിൽ ബി, ഇവിടെ അക്കോർഡിംഗ് ടു ദിസ് ക്വസ്റ്റ്യൻ എത്രയായിരുന്നു? ആഫ്റ്റർ 6 years എന്നായിരുന്നു അല്ലേ. പ്രീവിയസ് ക്വസ്റ്റ്യനിൽ പ്രശാന്ത് കേസോ ആഫ്റ്റർ 5 years വാട്ട് വിൽ ബി ദ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഈസ് ആഡഡ് ടു പി ആണ്. ഓക്കെ, സോ ഹിയർ ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ ആസ് ചെക്ക് പോയിന്റ് 9 ആണ്. പി ഈസ് ഗിവൺ, ആർ ഗിവൺ, ടി ഗിവൺ. Question is to find SI and amount എന്നാണ്. So first of all let us find SI using the formula. By heart the formula all of you. PRT by 100 ആണ്. Let us substitute P as 8600 into rate as 6, time as 6 by 100. Then we can cancel 2 zeros from here and here. Then let us multiply them. അല്ലേ, 86 into 6 ചെയ്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് 86 into 6 ആണ് ടീച്ചർ ചെയ്യുന്നത്. 6 6s are 36 ആണ്. 3 ടീച്ചറെ ഫിംഗറിലുണ്ട് കേട്ടോ. 8 6s are 48 ആണ്. 48 പ്ലസ് 3 എത്രയാ? 51 ആണ്. എഗെയിൻ ഇൻറ്റു 6 ആണ്. 6 6s are 36ൽ 3 ബാലൻസ് ഉണ്ട്. 166 ആണ്. 6 പ്ലസ് 3 9 ആണ്. 5 6s are 30 ആണ്.
അപ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 3096 ആണ് അല്ലേ. അപ്പോൾ 3096 ആണ് ഇൻട്രസ്റ്റ് അല്ലേ. നമ്മളിപ്പോൾ ഡെപ്പോസിറ്റഡ് ആണെങ്കിൽ നമ്മൾ ഇത്രയും രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ആഫ്റ്റർ 6 years ബാങ്ക് ഈസ് ഗിവിങ് ആൻ എക്സ്ട്രാ എമൗണ്ട് ടു അസ് എന്നാണ്. എക്സ്ട്രാ എമൗണ്ട് ആണ് ഇതിൽ നിന്നെല്ലാം എടുക്കുന്നത്. ഇതിൽ കൂടാതെ എക്സ്ട്രാ തരുന്നതാണിത്. ദെർഫോർ എമൗണ്ട് എ ക്യാൻ ബി റിട്ടൺ ആസ് പി പ്ലസ് ഐ. ആൾറെഡി നമ്മുടെ എമൗണ്ട് ഇവിടെ ഉണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് എന്തുകൂടെ തന്നു? ഈ എക്സ്ട്രാ എമൗണ്ടും കൂടെ തന്നു. ദാറ്റ്സ് വൈ വി ആർ ആഡിങ് ദാറ്റ് ടു. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം, കോളം വൈസ് അഡീഷൻ ചെയ്യാം. 8600 പ്ലസ് ദ ന്യൂലി ഒബ്റ്റെയിൻഡ് ഇൻട്രസ്റ്റ്. കോളം വൈസ് അഡീഷൻ ചെയ്യൂ. 96 has no change, 6 also has no change, this become 11. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്ര രൂപയായി? 11,696 ആയി. 11,696. അപ്പോൾ എസ് ഐ കാണാൻ P × R × T / 100 ആണ്. ആഫ്റ്റർ ഗെറ്റിംഗ് എക്സ് ഐ ഹൗ ഡു വി ഡു ടു ഫൈൻഡ് എമൗണ്ട്? P + I ആണ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റാഷി ബോറോഡ് ₹8,900 ആണ് ഫ്രം ദ ബാങ്ക് ആണ്. ഇവിടെ ബോറോയിങ് ആണ്. വാട്ട് എവർ ഇറ്റ് മേ ബി, ബോറോഡ് ആണെങ്കിൽ ഡെപ്പോസിറ്റഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി അവർ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. സോ ലെറ്റ് ഇറ്റ് ബി P എന്ന് കൊടുത്തു. അറ്റ് ദ ബാങ്ക് അറ്റ് 6%, റേറ്റ് ഈസ് ഗിവൺ ആസ് 6%. Then at a rate of interest per annum, calculate the amount she will have to pay if she returns the loan after 6.5 years എന്നാണ്. ഇവിടെ ടൈം നോക്കൂ. ഒരു മിക്സഡ് ഫ്രാക്ഷൻ്റെ ഫോമിലാണ് നമുക്ക് ടൈം തന്നിരിക്കുന്നത്. അപ്പോൾ മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇംപ്രോപ്പർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇംപ്രോപ്പർ ആക്കുമ്പോൾ നമുക്ക് എത്രയാണ് വരിക? 6 2s are 12 ആണ് അല്ലേ. 12 + 1 13/2 years എന്ന് വരും. ഓക്കെ, അതായത് ഒരു ഹോൾ ഇയറിലല്ല തന്നിരിക്കുന്നത്, ഒരു ഫ്രാക്ഷണൽ ഫോമിലാണ്. അത് മിക്സ്ഡ് ആയിരുന്നു. വി ഹാവ് കൺവേർട്ടഡ് ഇറ്റ് ഇൻ ടു ഇംപ്രോപ്പറിലേക്ക് മാറ്റി. അപ്പോൾ ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ പിന്നെ അഡീഷൻ. 6 2s are 12, 12 + 1 ആണ് 13/2 years എന്ന് നമുക്ക് വന്നത്. അപ് ടു ദിസ് ക്ലിയർ ആണോ? ക്ലിയർ ടു ആൾ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എമൗണ്ട് ആണ്. വി നീഡ് ടു കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഷീ വിൽ ഹാവ് ടു പേ ആഫ്റ്റർ ദിസ് ഇയർ എന്നാണ് അല്ലേ. അപ്പോൾ എമൗണ്ട് കാണണമെങ്കിൽ വാട്ട് ഷുഡ് ബി നോ ഫസ്റ്റ്? എസ് ഐ അറിയണം അല്ലേ. ദെൻ P + I ആണ് A. So we can find SI first. SI = we know the formula P × R × T / 100 ആണ്. Substitute the known values. Instead of P 8,900, instead of R it is 6 ആണ്. And this is 13/2 എന്ന് ഇവിടെ എഴുതൂ തൽക്കാലം. ഹോൾ ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതും. ക്ലിയർ ആയല്ലോ? ഇവിടെ 2 എന്ന് പറയുന്നത് ഒരു ഡിനോമിനേറ്റർ ആണ്. 100 എന്ന് പറയുന്ന ആളും ഡിനോമിനേറ്റർ ആണ്. ആണല്ലോ? ഇവിടെ 2 എന്ന് പറയുന്നത് ഈ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ ആണ്. 100 എന്ന് പറയുന്നത് ഈ മൊത്തം ടേംസിൻ്റെ ഡിനോമിനേറ്റർ ആണ്. അപ്പോൾ ഈ ഡിനോമിനേറ്ററുകൾ തമ്മിൽ ഒരുമിച്ച് നിൽക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? 8,900 × 6 × 13 ന്യൂമറേറ്ററിൽ നിന്നിട്ട് ഈ 102 കംസ് അണ്ടർ. ഇവർ താഴോട്ട് വന്നു. ടീച്ചർ ഇതിൽ നിന്നും 2 zeros ഇവിടെ ക്യാൻസൽ ആക്കി കഴിഞ്ഞു. 100 പോയില്ലേ? ബാക്കി വരുന്ന 2ഉം 6ഉം ടീച്ചർ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 2 ഒരു ടൈമും 6 എത്ര ടൈംസ് നമുക്ക് കട്ട് ചെയ്യാം? 3 times കട്ട് ചെയ്യാം. അപ്പോൾ ടീച്ചറുടെ കയ്യിൽ ബാലൻസ് വന്നിരിക്കുന്നത് ഒരു 89 ഉണ്ട്, ഒരു 3 ഉണ്ട്, ഒരു 13 ഉണ്ട്. അപ്പോൾ ടീച്ചർ ആദ്യം ഇവിടെ 89 × 3 ചെയ്യാണ്. 9 3s are 27, 2 ബാലൻസ് ഉണ്ട്. 8 3s are 24 ആണ്. 24 + 2 26 ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ടീച്ചർ ഇതിനെ × 13 ആണ് ടീച്ചർ അടുത്ത നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക. 21 2 ബാലൻസ് ഉണ്ട്. 18 + 2 20 ആണ്, 2 ബാലൻസ് ഉണ്ട്. 6 + 2 8 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അടുത്ത 1 കൊണ്ടാവുമ്പോൾ ഈസിയാണ്. ആദ്യം 0 വെച്ച് തുടങ്ങണം, പിന്നെ 7 ആയി, 6 ആയി, 2 ആയി. ഇനി കോളം വൈസ് ആഡ് ചെയ്യുമ്പോൾ ഇത്രയേ വരുന്നുള്ളൂ. 8 6 14 ആണ് വരിക. 1 + 2 3 ആണ് കേട്ടോ. അപ്പോൾ 3,471 ആണ്. 3,471 ആണ്. ക്യാൻസൽ ചെയ്ത മെത്തേഡ് സീറോസ് ക്യാൻസൽ വിത്ത് 100 ആണ്. 6/2 എന്നുണ്ട് അല്ലേ. 2 1 ടൈമും 6ൽ എത്ര 2s ഉണ്ടാവും? 3 2s ഉണ്ടാവും. അപ്പോൾ 89 × 3 ആദ്യം ചെയ്തു, × 13 ചെയ്തപ്പോൾ അവർ പ്രോഡക്റ്റ് ഈസ് ₹3,471 ആണ്. അത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. വി നീഡ് ടു കാൽക്കുലേറ്റ് വിച്ച് വൺ? സോ എമൗണ്ട് A is equal to P + I ആണ്. 8,900 + 3,471 കോളം വൈസ് ആഡ് ചെയ്തോളൂ. 13 ആണ്, ബാലൻസ് 1 ഇവിടെ വന്നു. അപ്പോൾ നമുക്ക് 12 ആണ്. അപ്പോൾ ആൻസർ എത്രയാണ് വന്നത് അറിയോ? 12,371 rupees ആണ്. അപ്പോൾ ബോറോ ചെയ്ത് എത്ര രൂപയുള്ളൂ? ആകെ 8,900 ആണ് അല്ലേ. റീപേ ചെയ്യേണ്ടത് എത്ര രൂപയാണ്?
12,371 ആണ്. Why? Because bank is paying an interest at the rate of 6% in the question ആയിരുന്നു. Clear to all? നെക്സ്റ്റ് അപ്ലിക്കേഷൻ ലെവലാട്ടോ. അതായത് വി ഹാവ് ആൾറെഡി സ്റ്റഡീഡ് ഇൻട്രസ്റ്റ് എന്നുള്ള കേസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. ഇൻട്രസ്റ്റ് ഈസ് പി ഇൻറ്റു ആർ ഇൻറ്റു ടി ബൈ 100 ആണ് ഇൻട്രസ്റ്റ് എന്നുള്ളത് അറിയാം. ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ ഫോർമുല വി ക്യാൻ ഫൈൻഡ് ഇൻട്രസ്റ്റ് ആയിരുന്നു. ബട്ട് ഹിയർ ഇൻക്ലൂഡിംഗ് ദ 4 ടേംസ് വൺ ഓഫ് ദ ടേം ഈസ് മിസ്സിംഗ് ആണെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ദ മിസ്സിംഗ് ടേംസ് കണ്ടുപിടിക്കാനാണ്. സോ ദിസ് ടോപ്പിക് ഹാസ് ബീൻ ഡിലീറ്റഡ് ആണ്. ടീച്ചർ ഡിലീറ്റഡ് ആക്കിയതാണ്. ഓക്കെ. വൈ? ബിക്കോസ് നിങ്ങൾ സ്റ്റഡിങ് ഓൺലി ഇൻ 5th സ്റ്റാൻഡേർഡ് ആണ്. നെക്സ്റ്റ് ഇയർ വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ സെയിം തിങ് ആണ്. ദാറ്റ്സ് വൈ ടീച്ചർ ഈസ് ഡിലീറ്റിംഗ് ദിസ് ക്വസ്റ്റ്യൻ ഫ്രം ഹിയർ. ഓക്കെ. നെക്സ്റ്റ് വി ആർ മൂവിങ് ഡയറക്ട്ലി ടു ബിൽസ് ആണ്. ഇത് ഇഫ് യു വാണ്ട് ടീച്ചർ വിൽ ടെൽ യു ഹൗ ടു ഡു ഇറ്റ് ആൻഡ് ആൾ ഈസി ആണ്. ബട്ട് ദ മെത്തേഡ് ഓഫ് ട്രാൻസ്പോസിങ് ആൻഡ് ആൾ അതർ തിങ്സ് ആർ നോട്ട് നോൺ ടു യു യെറ്റ്. Okay, that's why teacher is not explaining this to you. Next year we will study the thing and we can answer the same again. Okay, so let us move to bills. ബിൽസ് ആൾറെഡി വെരി ക്ലിയർ ആണ് അല്ലേ. ബിൽസ് ആർ യൂസ്ഡ് ടു കീപ്പ് എ റെക്കോർഡ് ഓഫ് ഡേ ടു ഡേ സെയിൽസ് എന്നാണ് അല്ലേ. എവറി ഷോപ്പ് കീപ്പർ മെയിൻറ്റെയിൻസ് എ ബിൽ ബുക്ക് ഉണ്ടാവും ആൻഡ് ദേ വിൽ ഗിവ് എ റെസിപ്റ്റ് ടു അസ് അല്ലേ. അപ്പോൾ റെസിപ്റ്റ് ഒക്കെ ഉണ്ടാവും. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? നിങ്ങളിപ്പോൾ ഒരു കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ മേ ബി ലിറ്റിൽ ബിഗ് ഷോപ്പുകളൊക്കെ കേട്ടോ നമ്മുടെ ഇതിൽ ലൊക്കാലിറ്റിയിലുള്ള ഷോപ്പുകളിലൊന്നും അവൈലബിൾ അല്ല ബില്ല് അല്ലേ. വലിയ സൂപ്പർ മാർക്കറ്റുകൾ മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ ഇറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ആ ബില്ലിൽ എന്തൊക്കെ കണ്ടീഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആയിരിക്കും ഒരു ബില്ല് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അതിനകത്ത് കാണാൻ പറ്റും? നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ഷോപ്പ് അല്ലേ. ഹെഡിങ് ആയിട്ട് നെയിമും അഡ്രസ്. നെക്സ്റ്റ് ബിൽ നമ്പർ, അതായത് നമ്മൾ എത്രാമത്തെ ആളായിട്ടാണ് അത് വാങ്ങിച്ചത് എന്നത്. അടുത്ത ഡേറ്റ് ഓഫ് പർച്ചേസ് ഉണ്ടാവും, നെയിംസ് ആൻഡ് ക്വാണ്ടിറ്റീസ് ഉണ്ടാവും, റേറ്റ് ഉണ്ടാവും, കോസ്റ്റ് ഉണ്ടാവും. റേറ്റും കോസ്റ്റും ഒന്നല്ല. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റേറ്റ് ആൻഡ് കോസ്റ്റ്? ഇവിടെ റേറ്റ് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റിയുടെ അല്ലെങ്കിൽ ഒരു ഐറ്റത്തിൻ്റെയാണ്. ഇപ്പോൾ നമ്മൾ ടാബ്ലറ്റ് ആണ് വാങ്ങിക്കുന്നതെങ്കിൽ ഒരു ടാബ്ലറ്റിൻ്റെ പ്രൈസിനെയാണ് റേറ്റ് എന്ന് പറയുക. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ബില്ലാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വാരിയസ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ കൂടെ ഓവറാൾ ടോട്ടൽ ഉണ്ടാവും. പിന്നെ സിഗ്നേച്ചർ ഓഫ് ദ സെല്ലർ ഉണ്ടാവും. നിങ്ങൾക്ക് എക്സാമ്പിളായിട്ടൊരു ബില്ല് തന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും വലിയ ബില്ലൊന്നുമല്ല അവൈലബിൾ ആവുന്നത്, എന്നാലും നിങ്ങൾക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് അല്ലേ. ബില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ബിൽ നമ്പർ 1. ഇപ്പോൾ സപ്പോസ് നിങ്ങളാണ് ഫസ്റ്റ് ബില്ല് വാങ്ങിക്കുന്ന ആളെന്ന് വെച്ചാൽ 1 കൊടുത്തോളൂ. നമ്മൾ എവിടെ നിന്നാണ്? സ്കൂളാണ്. അഡ്രസ്സ് ഉണ്ട്, അത് ABC. കാരണം അഡ്രസ്സ് നമ്മളിപ്പോൾ കറക്റ്റ് നമുക്ക് വേണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യുവർ ഓൺ അഡ്രസ്സ് നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ഓക്കെ. അതാണ് നോർത്ത് സ്ട്രീറ്റ്, ഡൽഹി നജിൻ്റെ ഡേറ്റും ഉണ്ട് കേട്ടോ. പിന്നെ ഐറ്റംസ് ആണ്. നമ്മൾ സീരിയൽ നമ്പർ ഉപയോഗിക്കുന്നത് എന്തൊക്കെ ഐറ്റംസ് വാങ്ങേണ്ടത്. അപ്പോൾ എത്ര ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട്? 1, 2, 3 ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് ഐറ്റം എന്തായിരുന്നു? ഐറ്റം നെയിം ആണ് റെഡ് ബലൂൺസ്. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഹൗ മെനി റെഡ് ബലൂൺസ്? 2 റെഡ് ബലൂൺസ്. റേറ്റ് എത്ര രൂപയാണ്? 3 per ബലൂൺ എന്നാണ്. 3 rupees എന്ന് എഴുതിയാലും മതി കേട്ടോ. 3 per ബലൂൺ എന്ന് പറഞ്ഞാൽ ഒരു ബലൂണിന് 3 rupees. അപ്പോൾ 2 ബലൂൺസിനോ 6 rupees. അതാണ് ടോട്ടൽ എമൗണ്ട്. ഇനി അങ്ങനെ ബ്ലൂ ബലൂണിൻ്റെ ഗ്രീൻ ബലൂണിൻ്റെ ഒക്കെ കണ്ടതിന് ശേഷം ടോട്ടൽ പ്രൈസ് എത്ര രൂപയാണ്? ഓക്കെ. അപ്പോൾ പേയബിൾ എമൗണ്ട് എത്ര രൂപയാണ്? 24 rupees ആണ് പേയബിൾ എമൗണ്ട്. ഓക്കെ. നൗ വി ആർ മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്. Question number 12 is complete the bill given below and find the total amount. Some of the columns is not filled at. You have to fill the missing columns and you have to get the answer. അപ്പോൾ ബിൽ നമ്പർ അഡ്രസ് ഉണ്ട്, രാജ സ്റ്റോർ, പാലം സ്ട്രീറ്റ്, ബാംഗ്ലൂരു എന്നുണ്ട്. ബിൽ നമ്പർ 1, 2, 3 ഡേറ്റ് ദാറ്റ് ഈസ് നോട്ട് നീഡ് കേട്ടോ. അതുകൊണ്ടാണ് സിംപ്ലി ഒരു ഡേറ്റ് തന്നിരിക്കുന്നത് കേട്ടോ. ഇയറും ഡേറ്റും ഒക്കെ കൃത്യമായിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് ഇതാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കൂ, നമ്മുടെ ഐറ്റം നമ്പർ 1 എന്ന് പറയുന്നത് എഗ്സ് ആയിരുന്നു. എത്ര എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്? നമ്മൾ 12 eggs വാങ്ങിയിട്ടുണ്ട്. ഒരു എഗ്ഗിൻ്റെ വില എന്താ? 5 rupees per egg എന്നാണ്. 5 rupees per egg എന്ന് പറഞ്ഞാൽ ഒരു എഗ്ഗിന് 5 rupees ആണ്. അപ്പോൾ 12 എഗ്ഗിന് എത്ര വിലയായിരിക്കും? 12 eggs എത്ര രൂപയായിരിക്കും? 12 × 5 = എത്ര രൂപ നമ്മൾ കൊടുക്കണം? 60 rupees കൊടുക്കണം. എന്തിന്? എഗ്സ് കിട്ടാനായിട്ട്. സെക്കൻഡ് വൺ നമ്മൾ വാങ്ങിക്കുന്നത് റൈസ് ആണ്. 2 kg ആണ് നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ. 1 kgക്ക് 150 rupees ആണ് അല്ലേ. അപ്പോൾ 2 kgയുടെ വില എങ്ങനെയാണ് നിങ്ങൾ കാണുക? 150 ഇൻറ്റു അല്ലെങ്കിൽ 2 × 150 2 ചെയ്താലും ശരി തന്നെ കേട്ടോ. = 300 rupees എന്ന് വരും അല്ലേ. 1 കിലോയ്ക്ക് 150 ആണെങ്കിൽ 2 കിലോയ്ക്ക് എത്ര രൂപയാവും? 300 ആയിരിക്കും. അടുത്ത ഗ്രീൻ ലെൻറ്റിൽസ് എന്നാണ്. ഗ്രീൻ ലെൻറ്റിൽസ് നമ്മൾ 1 kg ആണ്. ഓക്കെ. 1 kg വാങ്ങുമ്പോൾ എത്ര രൂപയാണ്? 96 per kg. ഇത് പീസ് കേട്ടോ. നമ്മൾ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ പറയാം, അതിൽ പെട്ടതാട്ടോ ഈ ലെൻറ്റിൽസ് എന്ന് പറയുന്നത്. ഗ്രീൻ ലെൻറ്റിൽസ് എന്ന് പറഞ്ഞാൽ 1 kg വാങ്ങിക്കുന്നത്. 96 rupees ആണ് പെർ kgക്ക്. 1 കിലോ തന്നെ നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഈസിയാണ്. 96 × 1 തന്നെയാണ്, 96 തന്നെയാണ് വരുന്നുള്ളൂ.
അടുത്ത കപ്പ് കേക്ക്സ് ആണ്. 5 കപ്പ് കേക്ക്സ് വാങ്ങുന്നുണ്ട്. ഒരു കേക്കിന് 20 റുപ്പീസാണ് വില. ഒരു കേക്കിന് 20 റുപ്പീസ്. അപ്പോൾ 5 കേക്കിന് എത്ര രൂപയാണ്? 20 × 5 എത്ര വരും? 100 ആണ് അല്ലേ? അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഇനി ടോട്ടൽ എമൗണ്ട് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ മാറ്റി എഴുതിയിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ടീച്ചർ എഴുതിയപ്പോൾ ഓർഡർ വ്യത്യാസമുണ്ട്. അപ്പോൾ അഡീഷൻ തെറ്റി പോവാതിരിക്കാനാണ് ടീച്ചർ നോക്കുന്നത്. കോളം മാറിപ്പോവരുത്. 6 ആണ്. ഇവിടെ 15ൽ 1 ബാലൻസ് വന്നിട്ടുണ്ട്. 1 + 3 4, 4 + 1 5 ആണ്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്ര രൂപയാണ്? 556 എന്നാണ്. അതോടുകൂടെ ബില്ല് കംപ്ലീറ്റഡ് ആയി. ക്ലിയർ ആയോ? സെക്കൻഡ് നോക്കൂ. യു ഹാവ് ടു പ്രിപ്പയർ എ ബില്ലാണ്. കോളംസ് ഒക്കെ അവർ വരച്ച് തന്നിട്ടുണ്ട്. നിങ്ങൾ തന്നെ എഴുതണം എന്നാണ് അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാലോ. ഇതാണ് ഐറ്റംസ് കേട്ടോ. ഷോപ്പ് കീപ്പറുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഈ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നിങ്ങൾ ഈ ബില്ല് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ബിൽ നമ്പർ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എഴുതാൻ ടീച്ചർ ഇവിടെ 125 എന്ന് കൊടുക്കുന്നു. ഓക്കെ. ഡേറ്റ് നമുക്ക് നാളത്തെ ഡേറ്റ് കൊടുക്കാം. നാളത്തെ ഡേറ്റ് എത്രയായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. 10 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ 10 2 പിന്നെ 2021 എന്ന് കൊടുക്കാം അല്ലേ? നെയിം ഓഫ് ദ സ്റ്റോറോ എന്താ? നമ്മൾ സ്റ്റോറിന് ഒരു പേര് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ടീച്ചർ ഇവിടെ ABC എന്ന് തന്നെ അങ്ങോട്ട് കൊടുത്തു. അഡ്രസ്സോ? അഡ്രസ്സ് എന്താ നമ്മൾ കൊടുക്കുക? നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരത്തെ പോലെ സൗത്ത് സ്ട്രീറ്റ് എന്ന് കൊടുക്കാം അല്ലേ? നമുക്ക് എഴുതാൻ എളുപ്പത്തിന് സൗത്ത് സ്ട്രീറ്റ്. എവിടെ കൊടുക്കുക? നമ്മൾ സ്ഥലം എവിടെ കൊടുക്കുക? ചെന്നൈ എന്ന് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം കൊടുത്തൂടെ? നമ്മളല്ലേ ബില്ല് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, കൊടുത്തല്ലോ. റെഡിയായോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണം. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ടീച്ചർ സീരിയൽ നമ്പർ ഒക്കെ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഫില്ല് ചെയ്താൽ മതി. ഇനി ആദ്യത്തെ ഐറ്റത്തിലേക്ക് വരൂ. ആദ്യത്തെ എന്താണ്? 2 loaves ഓഫ് ബ്രൗൺ ബ്രെഡ് എന്നാണ്. എന്താണ്? ബ്രൗൺ ബ്രെഡ്. അപ്പോൾ ഞാനിവിടെ ബ്രൗൺ ബ്രെഡ് എന്ന് എഴുതി. ഓക്കെ. ടീച്ചർക്ക് ആദ്യത്തെ ഐറ്റം എന്തായിരുന്നു? ബ്രൗൺ ബ്രെഡാണ് വാങ്ങിക്കേണ്ടത്. അത് എത്ര ലോവ്സ് വാങ്ങണം? 2 loaves വാങ്ങണം. അപ്പോൾ ക്വാണ്ടിറ്റി 2 ആണെന്നും ടീച്ചർ എഴുതി. ഇനി നമ്മൾ റേറ്റ് ആണ് എഴുതുക. റേറ്റ് എന്ന് പറഞ്ഞാൽ ടീച്ചർ ഫോർ 1 ആണ്. എത്രയാണ്? ₹20 per 1 loaf എന്നാണ്. അപ്പോൾ നമുക്ക് എന്താ എഴുതാ അറിയോ? 20 per. അപ്പോൾ 20 per loaf ആണ് അല്ലേ? അതായത് ഒരു ലോഫിന് 20 റുപ്പീസാണ്. അപ്പോൾ 2 ലോവ്സിനോ, ലോവ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്ലൂറൽ ഫോമാണ് കേട്ടോ. ലോഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗുലാർ ഫോമാണ്. ലോവ്സ് എന്ന് പറയാൻ കാരണം പ്ലൂറൽ വന്നതുകൊണ്ട്, 2 എണ്ണം ഉള്ളതുകൊണ്ട്. ഇത് 1 ആയതുകൊണ്ടാണ് ലോഫ്, 2 ആയതുകൊണ്ടാണ് ലോവ്സ് എന്ന് വന്നത്. അപ്പോൾ ഒരെണ്ണത്തിന് 20 റുപ്പീസ് ആണെങ്കിൽ 2 എണ്ണത്തിന് എത്രയായിരിക്കും? ആൾറെഡി നിങ്ങൾക്ക് അറിയാം എത്രയായിരിക്കും. 2 × 20 40 റുപ്പീസ് നമ്മൾ പേ ചെയ്യണ്ടേ? 40 എന്ന് ടീച്ചർ എഴുതി. രണ്ടാമത് നമ്മൾ വാങ്ങിക്കുന്നത് എഗ്സ് ആണ് വാങ്ങിക്കുന്നത് അല്ലേ? എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ വാങ്ങിക്കുന്നത്? 6 എണ്ണങ്ങളാണ് വാങ്ങിക്കുന്നത്. അവർ എത്ര രൂപയാണെന്ന് പറയുന്നത്? 2 per egg എന്നാണ്. ഒരു എഗ്ഗിന് നമ്മൾ 2 രൂപ പേ ചെയ്യണം. അപ്പോൾ 6 eggs വാങ്ങാൻ നിങ്ങൾ എത്ര രൂപ പേ ചെയ്യണം? 6 × 2, അതായത് 12 റുപ്പീസ് പേ ചെയ്യണം. അടുത്ത നമ്മൾ വാങ്ങിക്കുന്നത് എന്താ? പാക്കറ്റ്സ് ഓഫ് മിൽക്ക് എന്നാണ്. അപ്പോൾ ടീച്ചർ മിൽക്ക് എന്ന് മാത്രം എഴുതിയാൽ മതി കേട്ടോ. പാക്കറ്റ്സ് ഓഫ് മിൽക്ക് എന്നൊന്നും എഴുതണ്ട, മിൽക്ക് എന്ന് എഴുതി. എത്ര പാക്കറ്റ്സാണ് വാങ്ങുന്നത്? 2 പാക്കറ്റാണ്. അപ്പോൾ നമ്മളോട് പറയേണ്ടത് എത്ര രൂപയാണ് പേ ചെയ്യേണ്ടത്? ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. എത്ര രൂപയാണ്? 45 per പാക്കറ്റ് എന്നാണ്. ഒരു പാക്കറ്റിന് 45 റുപ്പീസ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ 2 പാക്കറ്റ്സിന് നമ്മൾ എത്ര കൊടുക്കണം? 2 × 45 കൊടുക്കണം. അതായത് എത്ര രൂപ കൊടുക്കണം? 90 റുപ്പീസ് കൊടുക്കണം. നെക്സ്റ്റ് 2 ചോക്ലേറ്റ്സ് എന്നാണ്. അപ്പോൾ ടീച്ചർ ചോക്ലേറ്റ് എന്ന് എഴുതി കേട്ടോ. ചോക്ലേറ്റ്. അതിൽ ചോക്ലേറ്റ്സ് നമ്മൾ എത്ര എണ്ണ വാങ്ങിക്കുന്നത്? 2 ചോക്ലേറ്റേ വാങ്ങിക്കുന്നുള്ളൂ. അപ്പോൾ അവരെന്താന്ന് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ 2 കേസ് ഉണ്ട് കേട്ടോ. ₹25 ഫോർ ചോക്ലേറ്റ് 1ഉം ₹35 ഫോർ ചോക്ലേറ്റ് 2 എന്നാണ്. ഇവിടെ കോമൺ പ്രൈസ് അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ 2 ചോക്ലേറ്റ്സ് വാങ്ങുന്നത് 2 തരത്തിലുള്ള ചോക്ലേറ്റ് ആണ്. ആദ്യത്തെ ചോക്ലേറ്റിന് 25 per 1 ആണ്. 1 ചോക്ലേറ്റും ആൻഡ് 35 per 1 ചോക്ലേറ്റുമാണ് വാങ്ങിച്ചിരിക്കുന്നത് അല്ലേ? ചോക്ലേറ്റ്. അതായത് ഒരു ചോക്ലേറ്റ് 25 റുപ്പീസിൻ്റെതും ഒരു ചോക്ലേറ്റ് 35 റുപ്പീസിൻ്റെതുമാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റിന് മാത്രം ഹൗ മച്ച് റുപ്പീസ് പെയ്ഡ് ആണ്? എത്ര രൂപ കൊടുത്തിട്ടുണ്ടാവും? ഒരു ചോക്ലേറ്റ് 25 റുപ്പീസും അടുത്ത ചോക്ലേറ്റ് 35 റുപ്പീസുമാണ്. അപ്പോൾ ടോട്ടൽ കാണാൻ നമ്മൾ എന്താ ചെയ്യുക? 25ഉം 35ഉം കൂടെ ആഡ് ചെയ്തിട്ട് ഹൗ മച്ച് ആണ് ഇവിടെ വരുന്നത്? നമുക്ക് 60 റുപ്പീസാണ് ഇവിടെ വരുന്നത് ആണല്ലോ. ഇനി അപ്പോൾ ടോട്ടൽ കണ്ടുപിടിക്കാം. ടോട്ടൽ കാണുമ്പോൾ ഇതൊക്കെ കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യൂ. അവിടെ 2 മാത്രമേ വരുന്നുള്ളൂ. ഈ വൺസിൻ്റെ യൂണിറ്റ് കോളത്തിൽ 2 മാത്രമേ ഉള്ളൂ. ഇനി ടെൻസിൻ്റെ കോളം നോക്കൂ. 4 + 1 5 ആണ്.
5 + 9 14 ആണ്. 14 + 6 എത്രയാണ്? 20 ആണ്. അപ്പോൾ എത്ര രൂപയാണ് ആകെ? 202 റുപ്പീസ് ആണ്. ആണല്ലോ. ഇനി ഇവിടെ സിഗ്നേച്ചറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടാം. നോ പ്രോബ്ലം അറൈസസ്. ക്ലിയർ ആയോ? അതെങ്ങനെ എഴുതുന്നതെന്ന് മനസ്സിലായോ? ആദ്യം വാങ്ങിച്ച ഐറ്റം ബ്രെഡ് ആയിരുന്നു. അപ്പോൾ ടീച്ചർ ബ്രൗൺ ബ്രെഡ് എന്ന് എഴുതി. ക്വാണ്ടിറ്റി അവർ തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട്, അതാണ് ക്വാണ്ടിറ്റി 2 എന്ന് കൊടുത്തു. പിന്നെ അവർ ബ്രാക്കറ്റിൽ പറഞ്ഞു ഒരു എണ്ണത്തിന് 20 റുപ്പീസാണ്. അപ്പോൾ നമ്മൾക്ക് ടോട്ടൽ എത്ര രൂപയായി? 40 റുപ്പീസായി. എഗ്ഗ് വാങ്ങിയപ്പോൾ 6 എഗ്ഗുകൾ വാങ്ങിക്കണം പറഞ്ഞു. അതിൽ ഒരു എഗ്ഗിന് 2 റുപ്പീസ് ആണെങ്കിൽ 6 എഗ്ഗിന് നമ്മൾ എത്ര രൂപ കൊടുക്കണം? 12 റുപ്പീസ് കൊടുക്കണം. 2 പാക്കറ്റ്സ് ഓഫ് മിൽക്കാണ്. മിൽക്കാണ് നമ്മുടെ ഐറ്റം. അതിൽ 2 പാക്കറ്റ്സ് ആണ് ക്വാണ്ടിറ്റി. അപ്പോൾ ₹45 പെർ പാക്കറ്റ് ആണ്. 1 പാക്കറ്റ് ഈസ് ഹാവിങ് 45 റുപ്പീസ്. സോ 2 പാക്കറ്റ്സ് ആർ ഓഫ് 90 റുപ്പീസ് ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് വി ബോട്ട് ചോക്ലേറ്റ്സ് ആണ്. അപ്പോൾ ചോക്ലേറ്റ് എന്നുള്ളത് ഐറ്റമാണ്. പക്ഷേ ചോക്ലേറ്റ്സ് ആർ ഓഫ് ഈ ഒരു യൂണിഫോമിറ്റിയിലല്ല വാങ്ങിച്ചിരിക്കുന്നത് അല്ലേ. 1 ചോക്ലേറ്റ് 25 റുപ്പീസ്, സെക്കൻഡ് ചോക്ലേറ്റ് 35 റുപ്പീസ് ആണ്. അപ്പോൾ ടോട്ടൽ ചോക്ലേറ്റിന് മാത്രം ഹൗ മച്ച് വി ഹാവ് ടു പേ? 60 ആണ്. ദർഫോർ ടോട്ടൽ ഈക്വൽ ടു ആഡ് ഓൾ ദീസ് തിങ്സ് ആണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പുറത്തേക്ക് എടുത്ത് ആഡ് ചെയ്താലും മതി. ഇവിടെ ഓർഡറിൽ കിടക്കുന്നതുകൊണ്ടാണ് ടീച്ചർ ഒരു ചേഞ്ചും ഇല്ലാതെ തന്നെ ആഡ് ചെയ്തത് കേട്ടോ. ഇവിടെ 20 വന്നു, 202 കേട്ടോ. വേറെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, എനിവേ ദ ലെസൺ ഹാസ് കംപ്ലീറ്റഡ് ആണ്. നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് വി ആർ മൂവിങ് ടു റിവിഷൻ ആണ്. താങ്ക് യു മൈ ചിൽഡ്രൻ.